നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാശ്മീരിലെ പഹൽഗാമിൽ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് ഇന്ത്യ മാത്രമല്ല പ്രവാസ ലോകവും ഈ ഞെട്ടലിൽ തന്നെയാണ്. കാരണം അവിടെ മരണപ്പെട്ടതിൽ ഒരു ഇന്ത്യൻ പ്രവാസി കൂടെയുണ്ട്. 26 പേരാണ് ആ ആക്രമണത്തിൽ മരണപ്പെട്ടത്. അതിൽ ഒരു ഇന്ത്യൻ പ്രവാസിയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ദുബായിൽ പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന നീരജ് ഉദ്യാനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പഹൽഗാമിൽ ഭാര്യ ആയിഷയോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതിനിടെയാണ് ഇദ്ദേഹത്തിന് നേരെ ഭീകര ആക്രമണം നടക്കുന്നത്, വെടിയുതിർക്കുന്നത്. ഇന്ത്യയിലെത്തിയ ദമ്പതികൾ ഹിമാചൽ പ്രദേശിൽ തന്റെ സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അവധി ആഘോഷിക്കാൻ വേണ്ടി കാശ്മീരിലേക്ക് പോയതായിരുന്നു. ദുബായ് ഇന്ത്യൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ നീരജ് നേരത്തെ ഒരു സ്കൂൾ ഗ്രൂപ്പിൽ ധനകാര്യ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. 2023 ഫെബ്രുവരിയിലാണ് നീരജിന്റെയും ആയിഷയുടെയും വിവാഹം നടന്നത്. നീരജിന്റെ മരണം യുഎഇയിലെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒന്നടങ്കം ഒരു തീരാവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം ആക്രമണ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനത്തിനിടയിലായിരുന്നു. സംഭവം അറിഞ്ഞയുടൻ തന്നെ 2 ദിവസത്തെ യാത്ര വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ രാജ്യത്തേക്ക് എത്തുകയുണ്ടായി. ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച യുഎഇ പിന്നീട് രംഗത്തെത്തിയിരുന്നു. ഇത്തരം പ്രവൃത്തികളെ വിദേശകാര്യ മന്ത്രാലയം അപലപിക്കുകയും സുരക്ഷയും സ്ഥിരതയ്ക്കും തുരങ്കം വയ്ക്കുന്ന അക്രമത്തെയും ഭീകരതയെയും നിരാകരിക്കുന്നതായിട്ടുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സർക്കാരിനോടും ജനങ്ങളോടും ഇരകളുടെ കുടുംബത്തോടും മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. പരുക്കേറ്റ എല്ലാവരും വേഗത്തിൽ തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നും യുഎഇ അധികൃതർ ആശംസിച്ചു. അതേസമയം ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേറ്റ ഈ മുറിവിന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ പാക് പൗരന്മാർ രാജ്യം വിടണമെന്നാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന് വെള്ളം നൽകുന്ന സിന്ധു നദീജല കരാറും ഇന്ത്യ റദ്ദാക്കാൻ തീരുമാനിച്ചു. ഭീകരാക്രമണത്തിന് അതിർത്തി കടന്ന് പിന്തുണ ലഭിച്ചെന്ന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതി യോഗത്തിന് ശേഷമാണ് മന്ത്രാലയം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 26 പേരാണ്. 25 ഇന്ത്യക്കാരും ഒരു നേപ്പാൾ പൗരനുമാണ് മരണപ്പെട്ടതെന്നാണ് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതി യോഗത്തിലാണ് പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പങ്കെടുത്ത യോഗം 2 മണിക്കൂറോളം നീണ്ടു. ഈ 2 മണിക്കൂറിലെടുത്ത തീരുമാനങ്ങൾ അത് പാകിസ്ഥാന് വലിയ പ്രഹരം തന്നെയാണ്. ആ യോഗത്തിലുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇവയാണ്. അതായത്, ഒന്നാമത്തേത്, പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിക്കും. അട്ടാരി അതിർത്തി അടച്ച് പൂട്ടുന്നു. പാക് പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്ന് അറിയിക്കുന്നു. പാകിസ്ഥാനിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് ഇനി യാത്രാ വിലക്കാണ്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു. ഇത്തരത്തിൽ കടുത്ത നടപടിയിലാണ് ഇന്ത്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനുമായിട്ട് യാതൊരുവിധ കരാറോ സൗഹൃദമോ വേണ്ട എന്നുള്ള നിലയിൽ തന്നെയാണ് നിലവിൽ ഇന്ത്യ.